വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീനാണ് ഇന്ന് ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എന്താ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി അല്ലേ, വഖഫ്, ഹജ്ജ്, അങ്ങനെയുള്ള പല വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. താങ്കളെ പൊതുവെ കേരള സമൂഹത്തിന് അറിയാവുന്നത്, താങ്കളുടെ മണ്ഡലത്തിൽ നിന്ന് വെളിയിലുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു പ്രതിപക്ഷ മുഖമായിട്ട് കഴിഞ്ഞ 10 വർഷവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചർച്ചകളിലുമൊക്കെ, ചാനൽ ചർച്ചകളിലുമൊക്കെ ഭരണപക്ഷത്തിനെതിരെ ശക്തമായിട്ട് വാഗ്വാദങ്ങൾ നടത്തുന്ന ആളായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് മന്ത്രിയുടെ റോളിലേക്ക് മാറുമ്പോൾ അല്ല, നമ്മൾ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളും വഹിക്കേണ്ടി വരും. ഞാൻ ചെറുപ്പം മുതലേ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ അങ്ങനെ വന്നിട്ടുള്ളതാണ്. കോളേജ് യൂണിയൻ ഭാരവാഹി തൊട്ട് സ്കൂൾ ലീഡർ തൊട്ട് ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൂടെയൊക്കെ കടന്നു വന്നതാണ്. അപ്പോഴൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷക്കാലം നിങ്ങൾ പറഞ്ഞ പോലെ മണ്ണാർക്കാട് MLA എന്ന നിലയിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധി മാത്രമാണ് നമ്മൾ. അതിൽ ഞങ്ങൾ 10 വർഷവും പ്രതിപക്ഷത്തായിരുന്നു തുടർച്ചയായിട്ട്. സ്വാഭാവികമായും ഒരു പ്രതിപക്ഷ മെമ്പറുടെ കടമ നിർവഹിക്കുക എന്നുള്ളതാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുക, അതിനുവേണ്ടി ശബ്ദിക്കുക, അത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. ഇപ്പോൾ UDF ഭൂരിപക്ഷത്തിലേക്ക് വന്നു. ഞാൻ 4ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല. അതുപോലെ ഈ പറയപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, ഹജ്ജ്, വഖഫ് എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുക എന്നുള്ളത്. ഇത് പരമാവധി നല്ല രീതിയിൽ, അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും വളരെ സ്മൂത്തായ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം, അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ ശാക്തീകരിക്കണം. ഈ കാലഘട്ടത്തിനനുസൃതമായി വിദ്യാഭ്യാസം ആർജിക്കാനും, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ലോകോത്തര മത്സരങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിലുള്ളത്. അതിനവരെ പ്രാപ്തമാക്കുന്ന രീതിയിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക, നയിക്കുക എന്നുള്ളതാണ് അതിലുള്ള ഒരു ചുമതല. താങ്കളുടെ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ കാലം? അവിടെ എങ്ങനെയായിരുന്നു താങ്കൾ ഈ ലീഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്? അതൊന്ന് അറിയുവാൻ താല്പര്യമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ നാട്ടിലെ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാർക്കാടുകാരനല്ലല്ലോ താങ്കൾ? എൻ്റെ സ്വദേശം തിരൂരാണ്. എന്നാൽ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് മണ്ണാർക്കാടാണ്. പിന്നെ അന്നൊക്കെ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വളരെ വീറും വാശിയും ഏറിയ ഒരു തെരഞ്ഞെടുപ്പുകളാണ്. നാട്ടിലുള്ള പബ്ലിക്കൊക്കെ അതിലിടപെടും. പാർട്ടിക്കാരൊക്കെ വന്നിട്ടാണ് സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കുക ഓരോ ക്ലാസ്സിലും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ ക്ലാസ് ലീഡറായി ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ആ വഴിയെ സഞ്ചരിച്ച് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായി. അന്നൊക്കെ സ്കൂളുകളുടെ റിസൾട്ടും കുറവാണ്. ഞങ്ങളുടെ സ്കൂളിൽ അന്ന് ആകെ 500ഓളം കുട്ടികൾ പരീക്ഷ എഴുതി 11 പേരാണ് ജയിച്ചത്. അതിലൊരാൾ ഞാനുമായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. അന്ന് പ്രീ ഡിഗ്രിയാണ്. തിരൂർ തുഞ്ചൻ കോളേജ്. അവിടെ ഇതേപോലെ അന്ന് ഒരു SFI കുത്തകയുള്ള കോളേജാണത്. അവിടെ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രി അല്ലേ ഉള്ളൂ, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറേ ഉള്ളൂ. സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ UUC ആയി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ജയിക്കുന്നു. അപ്പോൾ അതോടുകൂടിയാണ് MSF രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം സ്ഥിരമായി SFI ജയിക്കുന്ന ഒരു കോളേജിൽ നിന്ന് നമ്മൾ UUC ആയിട്ട് ജയിക്കുകയാണ്. അല്ലെ, ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും താങ്കളുടെ കുടുംബത്തിൽ? നമ്മുടെ പശ്ചാത്തലം അങ്ങനെ നേതാക്കന്മാരൊന്നുമില്ല. നമ്മളുടെ ആ നാടും പരിസരമൊക്കെ ഞങ്ങളുടെ ഒരു ലീഗ് രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ജനങ്ങളാണ്. അപ്പോൾ വീട്ടിലൊക്കെ ആ ഒരു സാഹചര്യമാണുള്ളത്. അല്ലാതെ നേതാക്കന്മാരുടെ കുടുംബത്തിൽ അങ്ങനത്തെ ലീഡേഴ്സൊന്നുമില്ല. കോളേജിലെത്തിയപ്പോൾ താങ്കൾ സജീവ രാഷ്ട്രീയമായി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നുള്ള എതിർപ്പോ അങ്ങനെയൊന്നും? വീട്ടിൽ നിന്ന് എതിർപ്പ് എന്നല്ല, ചില വാണിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തൊക്കെ നടക്കുമ്പോൾ പരീക്ഷകൾ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, റിസൾട്ടിലൊക്കെ അവർക്കുണ്ടാകുന്ന ആശങ്കകൾ. ഏതായിരുന്നാലും പ്രീ ഡിഗ്രിയും ജയിച്ചു. പിന്നീട് തിരൂരങ്ങാടി PSMO കോളേജിൽ ഡിഗ്രി, അവിടെയും ആർട്സ് ക്ലബ് സെക്രട്ടറി, പിന്നെ 2 തവണ തുടർച്ചയായി UUC, വീണ്ടും PGക്ക് അവിടെ പഠിച്ചു. അപ്പോഴും ഒരിക്കൽ UUC. പിന്നെ കോഴിക്കോട് ലോ കോളേജിൽ നിന്നാണ് LLB കഴിഞ്ഞത്. പിന്നീട് കുറച്ചു കാലം പ്രാക്ടീസ് ഉണ്ടായി. അപ്പോൾ അതിനിടയിലൊക്കെ MSFൻ്റെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെയായി. തുടർന്ന് യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡൻറ്റ്, അപ്പോഴൊക്കെ പ്രാക്ടീസ് ഉണ്ട്. പിന്നീട് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി നിൽക്കുമ്പോഴാണ് 2011 തിരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള മണ്ണാർക്കാട് സീറ്റിലേക്ക് തന്നെ നിയോഗിക്കുന്നത്. 11ലും 16ലും 21ലും ജയിച്ചു. ഇപ്പോൾ 26ലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി
ജയിച്ചു. അതാണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ്. അപ്പോൾ മണ്ണാർക്കാടിനെ താങ്കൾ ഒരു സ്വന്തം നാടായി തന്നെ പിന്നെ നമ്മുടെ ഒരു കർമ്മമണ്ഡലം 11 മുതൽ അവിടെയാണ്. അവിടെ കേന്ദ്രീകരിച്ചും പരമാവധി സമയം അവിടെ MLA എന്നുള്ള നിലക്ക് അവിടെയും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള വളരെ വിശാലമായ മണ്ഡലമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വിസ്തൃതി കൂടിയ മണ്ഡലങ്ങളിൽ 1 or 2 ആയിരിക്കും മണ്ണാർക്കാട്. ഇനി അപ്പുറത്ത് ഉണ്ടെങ്കിൽ വല്ല ഇടുക്കിയോ ഉടുമ്പൻചോലയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഒരു എൻഡിൽ നിന്ന് ഒരു എൻഡിലേക്ക് 140-150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ 4ാം തവണ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ, UDF നല്ല മുന്നേറ്റം ഉണ്ടാക്കി. ആ കൂട്ടത്തിൽ 102 പേര് ജയിച്ചു. ഞങ്ങളൊക്കെ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. 4 തവണ വിജയിക്കുകയും നിയമസഭാ പ്രവർത്തനമൊക്കെ ആളുകളുടെ ഒരു അംഗീകാരത്തോടുകൂടി നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു അംഗീകാരമായിട്ടാവാം പാർട്ടി ഇങ്ങനെ ഒരു ചുമതല, ഒരു നിയോഗം നൽകി. വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് റിസ്ക് ഉള്ളൊരു വകുപ്പാണെന്ന് താങ്കൾക്ക് എന്തായാലും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ അതിന് മുമ്പിരുന്നയാൾ തന്നെ B. ശിവൻകുട്ടി, അദ്ദേഹം പക്ഷെ അദ്ദേഹം പിന്നീട് അത് വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹത്തിനൊരു മതിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അല്ലേ ശിവൻകുട്ടി അപ്പൂപ്പൻ എന്നൊക്കെയുള്ള പേരിലാണ്. അപ്പോൾ കുറെ ട്രോളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ശിവൻകുട്ടി അപ്പൂപ്പൻ മാറിയിട്ട് ഇനി ഷംസുദ്ദീൻ അങ്കിൾ എന്നാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് ലാഘവത്തോടെ കാണാൻ പറ്റില്ലല്ലോ. വളരെ വിദ്യാർത്ഥികളോട് അടുത്ത് നിൽക്കേണ്ട ഒന്നാണ്. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കാരണം ഭരണമില്ലായിരുന്നല്ലോ കുറച്ച് നാളായിട്ട്. അതെ അതെ. അതിലിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് പാഠപുസ്തകം ജൂൺ 1 സ്കൂൾ തുറക്കും, പാഠപുസ്തകങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പത്രവാർത്തകളിലൂടെ കേട്ടിരുന്നത് പാഠപുസ്തകം അച്ചടി വേണ്ട വിധത്തിൽ പുരോഗമിച്ചിട്ടില്ല, ഫണ്ട് മറ്റും നൽകാത്തത് കൊണ്ട് ചില തടസ്സം അതിലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇന്നലെ സത്യത്തിൽ വിജ്ഞാപനം വരുന്നതിന് മുമ്പ്, ഈ പോർട്ട്ഫോളിയോ എനിക്ക് അനുവദിച്ചതിന് ശേഷം വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അടിയന്തരമായി തന്നെ ഇവരെ ഒന്ന് വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന് മുൻപേ അറിയിച്ചിരുന്നു. അപ്പോൾ പാഠപുസ്തകത്തെ അച്ചടി ഇപ്പോൾ കുറേ പുരോഗമിച്ചിട്ടുണ്ട്, തടസ്സപ്പെട്ടത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 29-നകം എല്ലാ സ്കൂളുകളിലും എല്ലാ പാഠപുസ്തകവും ജൂൺ 1 ആവശ്യമുള്ള എല്ലാ പാഠപുസ്തകവും എത്തുമെന്ന് നമുക്ക് പിന്നെ അത് ഉറപ്പായിട്ട് നൽകാൻ കഴിയുമല്ലോ അല്ലേ? വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ ഉറപ്പ് എന്ന രീതിയിൽ അത് ഇവരുമായുള്ള ഈ റിവ്യൂ മീറ്റിങ്ങിൽ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അത് പിന്നെ ഇന്ന് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഓഫീസറെയും അത് പിന്നെ പ്രിൻ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1-ാം തീയതിക്ക് മുമ്പായി പാഠപുസ്തകം എത്തിക്കാൻ കഴിയും. യൂണിഫോം വിതരണം ഏറെക്കുറെ 75% പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇനി അരിയേഴ്സൊന്നും അങ്ങനെ കൊടുത്തു തീർക്കാനില്ല എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ഒരു അധ്യയന വർഷത്തെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാവുന്ന അവസ്ഥ ആ കാര്യത്തിലുണ്ട്. കെട്ടിടങ്ങളുടെ മോശം അവസ്ഥ ഉണ്ടാകുമല്ലോ, ഫിറ്റ്നസ് അതും ഇന്നലത്തെ യോഗത്തിൽ ഞങ്ങൾ ചർച്ചയായി. അപ്പോൾ ഫിറ്റ്നസ്സിലിപ്പോൾ കെട്ടിടത്തിൻ്റെ ഉറപ്പും ബലവും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ലൈനൊക്കെ പോയിട്ട് ഇതിലിടയ്ക്ക് ഒരു അപകടം ഉണ്ടായി. അത്തരം കാര്യങ്ങൾ കൂടി ഈ കെട്ടിടത്തോട് ചേർന്ന് ഇലക്ട്രിക്കൽ ലൈൻ പോവാതിരിക്കണം, അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഫിറ്റ്നസ് കൊടുക്കൂ. ആ രീതിയിൽ അതിൻ്റെ നോംസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ആ പ്രോസസ്സ് നടന്നു വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പാമ്പ് കടിയുടെ ഒരു പ്രശ്നം വ്യാപകമായിട്ടുള്ളത് കൊണ്ട് 2 മാസം അടച്ചിട്ടല്ലേ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ക്ലാസ് റൂമുകളൊക്കെ ആ രീതിയിലുള്ളൊരു പരിശോധന കൂടി അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഊർജിതമാക്കി വളരെ ശ്രദ്ധയോടുകൂടിയ സംഗതി നിർവഹിക്കണം എന്നുള്ളൊരു ഡയറക്ഷൻ ഒക്കെ ഇന്നലെ പോയിട്ടുണ്ട്. അതായത് ചുമതലയേറ്റ് ഉടൻ തന്നെ കാര്യങ്ങളിലേക്ക് കടന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ശ്രദ്ധ വേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ്. അതെ, ഏറ്റവും എമർജൻസി ഉണ്ട് അതിന്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അടിയന്തരമായിട്ട് തന്നെ യോഗം വിളിച്ചത്. ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അതോ നല്ല രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നാണോ? ഒരു ജനറൽ ഫീഡ്ബാക്ക് ഉണ്ടാകുമല്ലോ. അതെ, അതിലിപ്പോൾ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ഇപ്പോൾ എല്ലാ സിലബസുകളും പരിഷ്കരിച്ച് പുതിയ പാഠപുസ്തകങ്ങൾ വരുന്ന പ്രോസസ്സ് ഏകദേശം പൂർത്തിയായി. 11ാം ക്ലാസ്സിലെ പുസ്തകമാണ് ഇത്തവണ മാറുന്നത്. അടുത്ത തവണ 12ാം ക്ലാസ്സും കൂടി മാറിയാൽ 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകങ്ങളൊക്കെ മാറുകയാണ്. അപ്പോൾ അതൊക്കെ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് വരുത്തിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും കാലോചിതമായി പരിഷ്കരിക്കണമല്ലോ. പിന്നെ നമ്മുടെ പരീക്ഷകളെല്ലാം സമയത്തിന് നടക്കുന്നുണ്ട്, റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ
എപ്പോഴും മാറ്റങ്ങൾക്ക് അത് വിധേയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മാറ്റം വളരെ വേഗതയിലാണ്. അപ്പോൾ അതിനനുസരിച്ച മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിലുണ്ടാകണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ധാരാളം കുട്ടികൾ വലിയ തോതിൽ മൈഗ്രേഷൻ നടക്കണം. അപ്പോൾ അതുകൊണ്ട് താഴെ തട്ടിൽ സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല സൗകര്യങ്ങൾ, അത് കഴിഞ്ഞ് ജോലിക്കും നല്ല സൗകര്യങ്ങൾ ഉണ്ടായാലേ ഈ മൈഗ്രേഷൻ തടയാൻ കഴിയും. ഈ വിദ്യാഭ്യാസ വകുപ്പ് വിഭജിച്ചത് അത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണോ 2 വകുപ്പായിട്ട് മാറ്റേണ്ടി വന്നത്? അത് നേരത്തെ ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. അതിപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല, അത് രണ്ടിനും 2 സ്ട്രക്ചറാണ്. മുമ്പ് പിന്നെ ഈ വകുപ്പുകൾക്ക് അത്ര വികാസം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അക്കാലത്ത് അതൊരു വകുപ്പായിരുന്നു. ഇപ്പോൾ ധാരാളം കോളേജുകൾ വന്നു, പുതിയ പുതിയ സർവകലാശാലകൾ വന്നു. ഇപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഇത് നേരെ മറിച്ച് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇതെല്ലാം മുമ്പ് നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ, കേരള യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിച്ചിരുന്നത്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം സ്ഥാപനങ്ങളും മറ്റും സർവകലാശാലകളൊക്കെ കൂടി. അങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുമ്പൊരു പോർട്ട്ഫോളിയോ സെപ്പറേറ്റായിട്ട് സാധാരണ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് വരുന്നതാണ്. അതിപ്പോൾ ഒരു ഡിവൈഡ് ചെയ്യേണ്ട ഘട്ടം വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അത് UDF ഉണ്ടായൊരു ധാരണയാണ്. ലീഗ് കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം സ്ഥിരമായിട്ട് ലീഗ് കൈകാര്യം ചെയ്യുന്നു, അതെന്തുകൊണ്ട് കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്ന്. അത്തരത്തിലുള്ള വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ആ വിമർശനങ്ങളിൽ വലിയ കഴമ്പൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തത് ലീഗ് മന്ത്രിമാരാണ്. അത് CH മുഹമ്മദ് കോയ സാഹിബ് തൊട്ടും കൂടെ പരിശോധിച്ചാൽ അവസാനം അബ്ദുൾ റബ്ബ് വരെയുള്ള ആളുകൾ ലോകത്ത്, ഇന്ത്യയിൽ വളരെ വലിയ നിലവാരത്തിൽ, ഇപ്പോൾ ലോകോത്തര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി. കേരളത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒന്ന് വിദ്യാഭ്യാസ പുരോഗതിയാണ്. അപ്പോൾ ഇത്രയും കാലം ലീഗ് മന്ത്രിമാർ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളാണെങ്കിലും അതിൽ മതേതര വിദ്യാഭ്യാസത്തെ മറ്റ് ചില സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കേണ്ട ഒന്നല്ല. ചരിത്രങ്ങളും അങ്ങനെ വക്രീകരിക്കേണ്ടതല്ല. അത് നമ്മൾ പുതിയ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ PM ശ്രീ ഇനിയും ചർച്ചയാകുമ്പോൾ അത് ലീഗിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമല്ലോ. PM ശ്രീയിലുള്ളൊരു വിഷയം അതൊരു പോളിസി മാറ്ററാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സത്യത്തിൽ ഈ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വാങ്ങുന്ന ടാക്സുകളുടെ ഒരു വിഹിതമാണ് പല രൂപത്തിലുമായിട്ടുള്ള എയ്ഡായിട്ട് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനിങ്ങനെ നിബന്ധനകൾ വെക്കുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഭരണഘടനയുടെ. അത് സ്റ്റേറ്റിനും സെൻട്രലിനും കൈകാര്യം ചെയ്യാം. പക്ഷേ മുമ്പൊക്കെ ഈ SSA ഫണ്ടുകൾ കൃത്യമായിട്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ BJP സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് അതിൽ PM ശ്രീ ഒപ്പിട്ടാലേ SSKൻ്റെ ഫണ്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. സർക്കാർ ഒപ്പിടാൻ തയ്യാറായതുമാണ്. അത് പക്ഷേ ഒപ്പിട്ടതാണ് പക്ഷേ എതിർപ്പ് കാരണം പിന്നീട് വേണ്ടെന്ന് വെച്ചതുമാണ്. പിന്നീട് അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതാണ്. പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ പോയെന്നേ ഉള്ളൂ. ആ ഒപ്പിട്ടത് തൽക്കാലം നിർത്തണം, ഞങ്ങളില്ല എന്ന് കെപ്റ്റിൻ അബയൻസ് അതിൽ വെക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അതുവഴി എന്താണ് ഇപ്പോൾ അതിൻ്റെ റിയൽ പൊസിഷൻ? എന്നാൽ അവർ ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കുറച്ച് ഫണ്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. ഒരു 100 കോടിയിൽ താഴെ എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ PM ശ്രീയുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. അപ്പം ഇന്നലത്തെ യോഗത്തിൽ, ഞാൻ ഈ പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയോട് അതിൻ്റെ ഇപ്പോഴത്തെ റിയൽ സ്റ്റാറ്റസ് എന്താണ്, അതിലിനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും PM ശ്രീയുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പോളിസി മാറ്റർ ആണല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല, UDF ആണ് പറയേണ്ടത്. ഇതിലിനി എന്താണ്, നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ NSSൻ്റെ, SNDPയുടെ, ക്രൈസ്തവ സഭകളുടെ ഇവർക്കൊക്കെ കുറേ ആശങ്കകൾ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അവർ പങ്കുവയ്ക്കുന്ന ആശങ്ക എന്ന് പറയുമ്പോൾ ലീഗ് കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ കത്തോലിക്ക കോൺഗ്രസ് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം, കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് ഏറ്റെടുത്തത് ശരി തന്നെയാണ്. അവരവിടെ ആശങ്ക പറഞ്ഞാൽ ലീഗ് ഇത് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. അത്തരമൊരു ആശങ്കയെക്കുറിച്ച് എങ്ങനെയാണ്? അല്ല, ഞാനത് നിങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ
ഇതൊക്കെ ലീഗ് മന്ത്രിമാരാണ്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ലീഗ് മന്ത്രിയാണ്. സംസ്കൃത സർവകലാശാലയും മലയാളം സർവകലാശാലയും കൊണ്ടുവന്നതും ലീഗ് മന്ത്രിമാരാണ്. അപ്പം നമ്മൾ ഒരു നാട്ടിൽ എന്താണോ ആവശ്യം, ഒരു സെക്യുലർ എഡ്യൂക്കേഷൻ, മതേതര വിദ്യാഭ്യാസം, അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഉണ്ടാക്കിയ വിവാദം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബാലിശമാണ്. അവിടെ പോകുമ്പോൾ പച്ച ബ്ലൗസ് ഇട്ടു, ഇവിടെ പച്ച ബോർഡ് വെച്ചു. അതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ? പച്ച ബോർഡും പച്ച ബ്ലൗസും ഒക്കെ പറഞ്ഞിട്ട് എന്തോ വലിയ വർഗീയവൽക്കരണം എന്നൊക്കെ പറഞ്ഞാണ് പ്രചരിപ്പിച്ചത്. അതൊന്നും ഇതിൻ്റെ കണ്ടൻറ്റിൽ വരുന്ന കാര്യമല്ലല്ലോ. സിലബസിലുണ്ടോ, പാഠ്യപദ്ധതിയിലുണ്ടോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ ഈ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു സംഗതി മാത്രമാണ്. അല്ലാതെ അതിലൊന്നും ഒരു വസ്തുതയുമില്ല. ഏതായാലും മുൻപ് ഇരുന്നിരുന്ന ലീഗ് മന്ത്രിമാരുടെ പാത പിന്തുടരാൻ തന്നെയാണ് താങ്കളുടെ ഒരു തീരുമാനം. അവർ താങ്കൾ തന്നെ നേരത്തെ പേര് സഹിതം പറഞ്ഞുവല്ലോ, അവർ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം വരുത്തിയ ആളുകൾ തന്നെയാണ്. അതേ മാർഗത്തിൽ നമ്മളെ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, കാലോചിതമായി പരിഷ്കരിക്കുക, മതേതര വിദ്യാഭ്യാസത്തെ മുറുകെ പിടിക്കുക. ഈ മതേതരം എന്നുള്ള വാക്കിന് അല്ല, ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട്. വിദ്യാഭ്യാസം കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു. വളരെ കുടുസായ ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു. തെറ്റായ ചരിത്രം അവരെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കേന്ദ്രവുമായിട്ട് അപ്പോൾ ഒരു ടഗ് ഓഫ് വാർ വേണ്ടി വരും പലപ്പോഴും. അല്ല, ഇവിടെ നമ്മളല്ലേ ഇവിടുത്തെ സിലബസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിന് സ്വാതന്ത്ര്യം സ്റ്റേറ്റിനുണ്ടല്ലോ. പിന്നെ അങ്ങനെ ഉള്ളൊരു പ്രശ്നം അതിൽ വരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ സർവകലാശാലകളെയൊക്കെ പരിധിയിലാക്കാനുള്ള ചില ശ്രമങ്ങളും കഴിഞ്ഞ കാലത്തുണ്ടായല്ലോ. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ മേഖല അതിൽ താങ്കൾ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതിലുള്ള പാളിച്ചകൾ കാരണം ആത്മഹത്യ ചെയ്ത അധ്യാപകനുണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു അധ്യാപകൻ. അത് HM ആകണ്ട എന്ന് കുറേ മാഷന്മാർ എഴുതി കൊടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമ്മർദ്ദം ഇപ്പോഴും ഇല്ലേ? അല്ല, ഇപ്പോൾ മാറ്റം വരുത്തും. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ സമയത്തിന് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. കൃത്യമായി അതിനുള്ള ഫണ്ട് അലോക്കേഷനൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയണം. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ചില ശ്രമങ്ങൾ, ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി, വിദ്യാഭ്യാസ രംഗത്ത് ചില ആശയങ്ങൾ ഒളിച്ചു കടത്താനുള്ളൊരു ശ്രമം ഉണ്ടായി. അത് പിന്നീട് വലിയ എതിർപ്പിനെ തുടർന്നാണ് പിറകോട്ട് പോയത്. അത്തരം കാര്യങ്ങളിലല്ലല്ലോ നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ ലോകത്തെ കുട്ടികളോട് മത്സരിക്കാൻ നമ്മുടെ കുട്ടികളെയും പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആശയങ്ങളൊക്കെ ലോകത്തെ പല രാജ്യങ്ങളും തള്ളിക്കളഞ്ഞ ആശയങ്ങളാണ്. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമമുണ്ടായി. ഞങ്ങളൊക്കെ അതിനെ അന്ന് ശക്തമായി എതിർത്തത്. അപ്പോൾ അത്തരം ശ്രമങ്ങൾ എന്തായാലും ലീഗിൻ്റെ കാലത്ത് അത് ഉണ്ടാവുകയില്ല എന്ന് ഇത് ഉറപ്പാണല്ലോ. അങ്ങനെ ജനറൽ ന്യൂട്രാലിറ്റി എന്നൊരു ടേമേ താല്പര്യമുണ്ടാവുകയില്ല. അല്ല, ഇത്തരം അന്ന് കൊണ്ടുവന്നതുപോലുള്ള ആ സംഗതികളിലൊന്നും അത് ആരും അംഗീകരിക്കുന്നില്ല. അത് ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമോ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ അല്ലല്ലോ. ഇവിടെ ധാർമ്മികമായി ചിന്തിക്കുന്ന ഒരു സമൂഹവും, അതിന് ഏത് മതമാവട്ടെ, അവരാരും അതിനെ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ സർവമത പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂളുകളിൽ. അതിൻ്റെ വിവാദങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു. അല്ല, അതൊക്കെ സ്കൂളുകൾക്കൊക്കെ അതിനൊരു പൊതു പാറ്റേൺ ഉണ്ടല്ലോ. നമ്മൾ അവിടെയാണ് മതേതര വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥം അറിയാമല്ലോ. മതേതരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിശ്വാസവും ആചാരത്തിനൊന്നും പ്രാമുഖ്യം കൊടുക്കാതെ എല്ലാവരെയും തുല്യമായി കണ്ട് പോവുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് മതേതര വിദ്യാഭ്യാസം. ശരി, എന്തായാലും മതേതര വിദ്യാഭ്യാസത്തിലൂടെ കേരളത്തിൻ്റെ പുരോഗതി ഉണ്ടാകട്ടെ താങ്കളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ. എല്ലാ ആശംസകളും. താങ്ക് യു.